ഒരു ചെറുപുഷ്പത്തിൽ നിന്ന് പോലും വലിയ അത്ഭുതങ്ങൾ കണ്ടെത്താനായാൽ ഒരുവന്റെ ജീവിതം പോലും മാറ്റിമറിക്കാൻ അതിന് കഴിഞ്ഞേക്കും. വിഷമങ്ങൾ നേരിടുമ്പോൾ ക്ഷമയാണ് ധീരത. നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ ജയിക്കുക. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാൾക്ക് നൽകാനുള്ള ഏറ്റവും നല്ല വാഗ്ദാനം നിങ്ങളുടെ സാന്നിധ്യമാണ്. വാക്കുകൾ നുണയായിരിക്കാം, പക്ഷേ പ്രവൃത്തികൾ സത്യം വിളിച്ചു പറയും. സന്തോഷം നിങ്ങൾ എന്തു ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ലത് മാത്രം ചിന്തിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ദുഃഖം എല്ലായ്പ്പോഴും നമ്മളെ തളർത്തും. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ ഇരിക്കുക. കുടുംബം സ്വർഗമാണെങ്കിൽ അതിൽ വസിക്കുന്നവർ പരസ്പരം സഹകരിക്കണം. മാതാപിതാക്കൾക്ക് ആവോളം സ്നേഹം പകർന്നു കൊടുക്കാൻ മക്കൾക്ക് സാധിക്കണം. മരണപ്പെട്ടിട്ട് വിങ്ങിപ്പൊട്ടിയിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ പരിചരിക്കാൻ ശ്രമിക്കണം. ഒരാൾ വിശന്നിരിക്കുമ്പോഴാണ് അയാൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് സ്നേഹവും. വീടാണ് ഓരോരുത്തരുടെയും സ്വർഗം. അവിടെ സംസാരവും വിട്ടുവീഴ്ചയും അംഗീകാരവും പരിലാളനവും പരിചരണവും പരിഗണനയും കിട്ടിയില്ലെങ്കിൽ ചിലരുടെ നരകവും. അവനവൻ്റെ ആദർശം മുറുകെ പിടിച്ച് ഉയർത്തിക്കാണിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ വ്യക്തിപരമായി അവഹേളിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക തന്നെ വേണം. ഒരാളുടെ മനസ്സറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കുണ്ടാകുന്ന തെറ്റുകൾ തിരുത്തുക. നിങ്ങളോടുണ്ടാകുന്ന തെറ്റിദ്ധാരണകളെ തിരുത്തേണ്ട ആവശ്യമില്ല. അവരെ ഒഴിവാക്കുക. മുന്നോട്ടു പോവുക. ഒരില കൊഴിഞ്ഞെന്ന് കരുതി ഒരു മരവും വീണ ചരിത്രമില്ല. അറിവിന് ശേഷം അഹങ്കാരം ജനിച്ചാൽ ആ അറിവ് വിഷമാണ്. എന്നാൽ അറിവിന് ശേഷം വിനയമാണ് ജനിക്കുന്നുവെങ്കിൽ ആ അറിവ് അമൃതമാണ്. നമ്മെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. നമ്മൾ നടക്കേണ്ട ദൂരം നടന്നു തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ഓരോ ചുവടും മുന്നോട്ട് വെക്കുക. വിജയത്തിലേക്കുള്ള നിങ്ങളുടെ കാൽവെപ്പുകൾ ഓരോന്നും സൂക്ഷിച്ചായിരിക്കണം. ഇല്ലെങ്കിൽ തളർത്താൻ ഒരുപാട് പേരുണ്ടാകും. മൂർച്ചയും ആയവും പരപ്പും അറിയണമെങ്കിൽ അവരവർ അനുഭവിക്കുന്നത് തന്നെ വേണം. അത് സങ്കടമായാലും സന്തോഷമായാലും. അറിയാതെ മൊഴിഞ്ഞ വാക്കുകളും അറിയാൻ വെമ്പുന്ന സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ കള്ളങ്ങളുമാണ് പലപ്പോഴും ഒരുപാട് സ്നേഹിച്ചവരെ തമ്മിൽ അകറ്റുന്നത്. ചിലരും ചിലതും ചിലർക്ക് മടുക്കുവോളം ഉള്ളതാണ്, ചിലർക്ക് മരിക്കുവോളം. എത്ര വലിയ തെറ്റുകളും നമുക്ക് തിരുത്താൻ ശ്രമിക്കാം. പക്ഷേ തെറ്റിദ്ധാരണ ചെറുതായാൽ പോലും അതൊരു പക്ഷേ തിരുത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കൂട്ടുകാരുടെയും കൂട്ടത്തിലുള്ളവരുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ ഒരു ചെറിയ തെറ്റ് പോലും ക്ഷമിക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ പൊരുത്തപ്പെട്ടു കൊടുക്കാനോ മനസ്സില്ലാതെ നമ്മളെങ്ങനെ ദൈവത്തോട് പറയും, എൻ്റെ നിരവധി തെറ്റുകൾ ക്ഷമിക്കണേ എന്ന്. പരിഗണിക്കുക എന്നാൽ ഹൃദയത്തിൽ ഒരിടം നൽകുക എന്നാണർത്ഥം. ഒരാൾക്ക് ഈ ലോകത്ത് വെച്ച് നൽകാവുന്നതിൽ ഏറ്റവും മൂല്യമേറിയ സമ്മാനങ്ങളിൽ ഒന്നാണത്. മറ്റൊരാളെ എറിയാൻ കയ്യിൽ സൂക്ഷിക്കുന്ന കല്ല് പോലെയാണ് മനസ്സിൽ ദേഷ്യം സൂക്ഷിക്കുന്നത്. സ്വയം പൊള്ളിക്കാനേ അത് ഉപകരിക്കൂ. എല്ലാവരെയും സ്നേഹിക്കുക. കുറച്ചുപേരെ വിശ്വസിക്കുക. എല്ലാം യാഥാർത്ഥ്യമാണ്. എന്നാൽ എല്ലാവരും സത്യസന്ധരല്ല എന്ന് മനസ്സിലാക്കുക. പകയുള്ളവർ അപവാദങ്ങൾ സൃഷ്ടിക്കും. വിഡ്ഢികൾ അത് പ്രചരിപ്പിക്കും. മൂഢന്മാർ അത് പ്രചരിപ്പിക്കും. കിട്ടിയെന്ന് വിചാരിക്കുമ്പോൾ വഴുതിപ്പോകുന്ന, ശരിയെന്ന് ഉറപ്പിക്കുമ്പോൾ തെറ്റിപ്പോകുന്ന, തെറ്റ് കരുതുമ്പോൾ പൂർണ്ണമായി ശരിയാക്കുന്ന ഒരു വലിയ കടങ്കഥയാണ് മനുഷ്യൻ. അവസാനിപ്പിക്കണം എന്ന് തോന്നുന്നിടത്തു നിന്നും 2 ചുവടുകൾ കൂടി മുന്നോട്ട് വെക്കണം. അതെന്തിനായിരുന്നു എന്ന് പിന്നീടുള്ള ചുവടുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ജീവിത ചുറ്റുപാടിൽ കടന്നുപോയ വഴികളും വേദനയേറിയ അനുഭവ പാഠങ്ങളും തീരാത്ത നഷ്ടവും ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്ത ജീവിത പാഠങ്ങളാണ്. ഒരാൾ പറഞ്ഞതായാലും മറ്റൊരാൾ പറഞ്ഞതായാലും ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞതായാലും നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതൊന്നും
നിരക്കാത്തതൊന്നും സ്വീകരിക്കാതിരിക്കുക. നല്ലൊരു വ്യക്തിയാവുക. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി സമയം കളയേണ്ട ആവശ്യമില്ല. അതിരുകളില്ലാത്ത ശക്തമായ സ്നേഹത്തിൻ്റെ സ്വരം എപ്പോഴും ദേഷ്യമായിരിക്കും. അതിനെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് ബന്ധങ്ങൾ അത്രമേൽ ആഴത്തിലേറുന്നത്. ഒരു വാക്കിൽ ആശ്വാസം തരുന്നവർ, ഒരു പുഞ്ചിരിയിൽ വേദനകൾ അകറ്റുന്നവർ, ഒറ്റപ്പെടലുകളിൽ ചേർത്തു നിർത്തുന്നവർ, ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നവർ, ഇങ്ങനെയുള്ള ചില മനുഷ്യരുള്ളതുകൊണ്ടാണ് ഓരോ ജീവിതവും സുന്ദരമാകുന്നത്. ഇതെല്ലാം ഒരാളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അവരെ നഷ്ടപ്പെടുത്താതിരിക്കുക. ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ ചിലരോട് പറയുന്നത് നമുക്ക് അവരെ ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമല്ല, മറ്റാരെക്കാളും നമ്മളെ അവർ മനസ്സിലാക്കും എന്ന് കരുതി കൂടിയാണ്. കാത്തുനിൽക്കാൻ എന്തെങ്കിലുമൊന്ന് ഉണ്ടാവുമ്പോൾ മറ്റെല്ലാം നാം മറക്കുന്നു. നമ്മൾ ഒന്നും മറക്കുകയില്ല എന്ന് പറയുന്നത് വാസ്തവമല്ല. നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ നടക്കും. ജീവിതത്തിൽ സംഭവിച്ചതിൽ ഒരിക്കലും പശ്ചാത്തപിക്കരുത്. അത് മാറ്റാനോ പഴയപടി ആക്കാനോ മറക്കാനോ കഴിയില്ല. അതുകൊണ്ട് അതൊരു പാഠമായി എടുത്ത് മുന്നോട്ട് പോവുക. തനിച്ചാകും എന്ന ഭയത്താൽ സ്നേഹം യാചിച്ച് ഒരിക്കലും വാങ്ങാതിരിക്കുക. യാചിച്ചു വാങ്ങുന്ന ഒന്നിനും ഒരു വിലയും ഉണ്ടാവില്ല. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം ഒരു കൂട്ട് അസാധ്യമാണ്. അസത്യം പരക്കുന്ന അതേ വേഗത്തിൽ സത്യം വ്യാപിച്ചിരുന്നു എങ്കിൽ ഏറെ ജീവിതങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. അറിഞ്ഞുകൊണ്ടും സ്വാർത്ഥത കൊണ്ടും പണം മോഹിച്ചും പക്ഷം ചേർന്നും തെറ്റിദ്ധാരണകളിലേക്ക് ചൂണ്ടപ്പെടുന്ന ചില വിരലുകൾ നന്മയിലേക്ക് ചൂണ്ടപ്പെട്ടിരുന്നെങ്കിൽ അകന്നുപോയവർക്കും അകറ്റി നിർത്തിയവർക്കും തിരിച്ചു വരാൻ അത് കാരണമാകുമായിരുന്നു. പാലിക്കാൻ കഴിയാതെ പോയ ചില വാക്കുകൾ, സ്നേഹിക്കാൻ കഴിയാതെ പോകുന്ന ഉത്തരവാദിത്തങ്ങൾ, ആശിച്ചതും ആഗ്രഹിക്കുന്നതുമായ ചില സ്വപ്നങ്ങൾ, കണ്ണീരോടെ വിട്ടുകൊടുത്ത ചില ഇഷ്ടങ്ങൾ, എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത ചില നൊമ്പരങ്ങൾ, വിധി എന്ന പേരിൽ കവർന്നെടുത്ത ചില ബന്ധങ്ങൾ, ഇതൊക്കെയാണ് ചിലരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ. നമ്മുടേത് മാത്രം എന്ന് തോന്നുന്ന ചിലയിടങ്ങളുണ്ട്. എത്ര അകന്നാലും മനസ്സ് ആ യുഗങ്ങളിലേക്ക് യാത്ര പോയിക്കൊണ്ടേയിരിക്കും. പരസ്പരം മനസ്സിലാക്കാത്ത ഒരാളെ എൻ്റെ സ്വന്തം എന്ന് അധികാരപ്പെടുത്തി പറയുന്നതൊക്കെ വെറും ക്ലീഷേ ഡയലോഗ് മാത്രമാണ്. ആരും ആരുടെയും സ്വന്തമല്ല. സത്യം അറിയുന്നത് വരെ മാത്രമേ മനസ്സിൽ ഭയം, കുഴപ്പം, സംശയം എന്നിവ ഉണ്ടായിരിക്കുകയുള്ളൂ. സത്യം എത്ര കൈപ്പേറിയതായാലും അവസാനം മനസ്സിന് ശാന്തി നൽകുന്നതാണ്. ജീവിതയാത്രയിൽ വർഷങ്ങളുടെ ദൗർഘ്യമല്ല, പരസ്പരം മനസ്സിലാക്കുന്ന ഹൃദയങ്ങളാണ് ബന്ധങ്ങളുടെ അടുപ്പവും ഊഷ്മളതയും നിലനിർത്തുന്നത്. ചില സങ്കടങ്ങളുണ്ട്, ചില വേദനകളുണ്ട്, ചില വിങ്ങലുകളുണ്ട്. പലർക്കും പലപ്പോഴും പറഞ്ഞറിയിക്കാൻ കഴിയാത്തവയും അനുഭവിച്ചു മാത്രം തീർക്കേണ്ടവയും. ഉണ്ണുന്ന ഭക്ഷണത്തിൻ്റെ മേന്മയോ ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ വിലയോ ഉറങ്ങുന്ന വീടിൻ്റെ വലിപ്പമോ അല്ല. ഏതു തരത്തിലാണ് സന്തോഷമായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ അതാണ് ജീവിത വിജയം. എല്ലാവരോടും പുഞ്ചിരിക്കുന്ന സ്ത്രീകൾ പൊതുവെ വളരെ നിഷ്കളങ്കരാണെന്നും മൃദുല ഹൃദയരാണെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. സ്വന്തം സമയവും സാധ്യതകളും സന്മനസ്സോടെ മറ്റൊരാൾക്ക് വേണ്ടി പങ്കുവെക്കുന്നതും മനുഷ്യത്വമാണ്. ആവശ്യനേരത്തെ ആത്മാർത്ഥമായി താങ്ങും തണലും ആയിരിക്കുന്നവർ അതിൻ്റെ ലാഭനഷ്ട കണക്കുകൾ ഒരിക്കലും നോക്കാറുമില്ല. സ്വയം ബലഹീനരായി തോന്നുമ്പോൾ അല്ലെങ്കിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിൽക്കാൻ ഒരാളുണ്ട് എന്ന ചിന്ത നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും. നെഞ്ചകത്തെ വേദനിപ്പിക്കാതെ പ്രതീക്ഷയും പ്രത്യാശയും തന്നെ കടന്നു പോകുന്ന മനുഷ്യർ ജീവിതാവസാനം വരെ നമ്മുടെ ഒളിമങ്ങാത്ത ഓർമ്മയിൽ ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത ആ നിമിഷങ്ങളുണ്ടാകും. അന്നു മുതൽ നാം സ്വയം സംസാരിച്ചു തുടങ്ങും. നീ ജീവിക്കുക നിന്റെ രീതിയിൽ, മറ്റുള്ളവർ എന്തും പറയട്ടെ. നിന്റെ ജീവിതമാണ്, നീ സന്തോഷത്തോടെ ജീവിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.